ഇന്ന് ഓട്ടോ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് ചിമ്മിനി ഡാമിലാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകൾ ഭാഗത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിലൊരാളായി നമുക്കും ചേരാം. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലേ കൊട്ടവഞ്ചിയിൽ തുഴഞ്ഞ ഒരുപാട് പേര് അവിടെ താഴേന്ന് പോണ കാണാം. പിന്നെ നോക്കെത്താ ദൂരത്തോളം മലനിരകളാണ്. മനോഹരമായ കാഴ്ചകളാണ്. ഇനി നമുക്ക് താഴെ ഇറങ്ങി ആ കൊട്ടവഞ്ചി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ഒന്ന് പോവാം. ഊഞ്ഞാലുണ്ട് ഇവിടെ വരണം, അതിലിരുന്ന് വേണമെങ്കിൽ ആടാം. നമ്മളിവിടെ ചിമ്മിനി ഡാമിലേക്ക് വരുമ്പോഴേ അവിടെ എൻട്രി പോയിന്റിൽ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. വണ്ടിക്കും ആൾക്കും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വണ്ടിയിലുള്ളവർ ആ വണ്ടി നമ്പർ ഫോട്ടോ എടുത്ത് ആ കൗണ്ടറിൽ വരികയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വണ്ടി വന്നിട്ട് എടുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് വൈകുന്നുണ്ട്, കുറച്ച് ലൈൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ആ എൻട്രി പോയിന്റിൽ വരുമ്പോൾ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറി മുകളിലേക്ക് പോവാം. ഡാമിൻ്റെ മുകൾ ഭാഗത്ത് നിന്നിട്ടുള്ള വ്യൂ കൂടി ഒന്ന് കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിന് പുറത്തുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് കയറി പോവുകയാണ് മുകൾ ഭാഗത്തേക്ക്. നമ്മൾ ചിമ്മിനി ഡാമിലെത്തിയപ്പോഴേ നമ്മുടെ ഒരു സുഹൃത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്, പ്രവീണിനെ ഇവിടെ കണ്ടു. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് വീട്. നമ്മളെ ചിമ്മിനിയിലെ ശലഭോദ്യാനം, ഔഷധോദ്യാനം, നക്ഷത്രവനം അതിനുള്ളിലേക്കുള്ള വഴിയാണിത്. ഔഷധ സസ്യങ്ങൾ ആണ്. കൂവളം, ഗന്ധപാല, അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. അത് കുറേയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, വയ്ക്കാത്തതുണ്ട്. നീർമരുത്, ഉങ്ങ്, എല്ലാ കാലത്തും തണൽ വയ്ക്കണ ഒരു ഔഷധ സസ്യമാണ്. ജയചേട്ടൻ, ആ ഞാനുണ്ട് ചിമ്മിനി ഡാം. കുഴപ്പമില്ല, ചിമ്മിനി ഡാം കാണാൻ നല്ല കാഴ്ചകളാണ്. ഇനി അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളുണ്ട്. അത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോവാം, അതൊക്കെ പകർത്താം. ഇതേ ചിമ്മിനി ഡാം എത്തുന്നതിന് മുന്നുള്ളൊരു തോടാണ്. ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സഞ്ചാരികൾ വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഒരുപാട് കടകളും ഉണ്ട് റോഡ് സൈഡിൽ. നമ്മളെ ചിമ്മിനി ഡാം എന്ന് വരുമ്പോൾ പാലപ്പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വെള്ളിക്കുളങ്ങര ചൊക്കന വഴിയാണ് തിരിച്ചു പോരുന്നത്. അപ്പോൾ അത് വരുന്ന വഴി നുപ്പിളി എസ്റ്റേറ്റ് ഇവിടെ എത്തുമ്പോൾ ഒരു തൂക്കുപാലമുണ്ട് പഴയ കാലത്തെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വരുമ്പോൾ ഈ തൂക്കുപാലത്തിലൂടെ നടന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ സഞ്ചാരികൾ ഒരുപാട് വന്ന് കയറുന്ന കാരണം കൊണ്ട് അവർ ബോർഡ് എഴുതി വച്ചിരിക്കുകയാണ്, അന്യർക്ക് പ്രവേശനമില്ല. നമ്മൾ വരുന്ന വഴിക്ക് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന കണ്ടു. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി ഒന്ന് അത് കാണാനായിട്ട് നിന്നാണ്. അപ്പോൾ നല്ല മനോഹരമായ ഒരു മൈതാനമാണ്. പുല്ല് പച്ചപ്പ് പിടിച്ചു കിടക്കുന്ന ഒരു മൈതാനം.
കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഗോളി ഉണ്ടോ, ഗോളിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 3 അടി ഹൈറ്റുള്ളൂ പയ്യന്. അവൻ നല്ല ഉഷാറായിട്ട് ഗോൾ പോലെ കാത്ത് നിൽക്കണം.